വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൂ, കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ബേബിക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഡയപ്പേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ റാഷ് ക്രീം ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ റിപ്ലൈ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലി ഞാൻ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇത് പ്രമോഷനോ കൊള്ളാമൊന്നും അല്ല കേട്ടോ, ഇത് നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ബേബിക്ക് പിന്നെ നമ്മൾ എണ്ണ തേക്കുമല്ലോ, അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു കാച്ചി എണ്ണ പോലത്തേക്ക്. ഞാൻ പിന്നെ അതൊന്നും വാങ്ങിച്ചിട്ടില്ല, ഒരുപാട് വന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിലായാലും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ജോൺസസ് ബേബീൻ്റെ നോർമൽ ഒരു ഓയിലാണ്. ഇതന്നെയാണ് ഞാൻ അവന് മേത്തും തലയിൽ തേക്കുന്നത്. ചെറുതായിരുന്ന സമയത്ത് ഉമ്മിച്ച് പാരച്യൂട്ടിൻ്റെ അങ്ങനെ വെളിച്ചെണ്ണ തലയിൽ തേക്കുമായിരുന്നു. അതല്ലാതെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിപ്പോൾ തീരാനായി. അപ്പോൾ ഞാൻ ഓൾറെഡി ബോട്ടിലൂടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ എക്സ്ട്രാ കയ്യിൽ കരുതണമല്ലോ, അല്ലെങ്കിൽ പിന്നെ തീർന്നു പോകത്തില്ലേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അവനവിടെ ബാക്കിൽ ഉറങ്ങുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഡോറ് തുറന്നിട്ടത് കാരണം അവൻ കരയുന്നുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാതിൽ ഒറ്റ അടയും കാറ്റത്ത്. സോ ചെറുതായിട്ട് ഓപ്പൺ ആക്കിയിട്ടേക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ബേബീസിന് അങ്ങനെ പൗഡേഴ്സ് യൂസ് ചെയ്ത് കൊള്ളില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് പിള്ളേർക്ക് സ്മെല്ലടിക്കുമ്പോൾ ശ്വാസം മുട്ടൽ പോലത്തെയൊക്കെ വരാൻ ചാൻസ് ഉള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പൗഡർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് പോപ്പീസിൻ്റെ ഒരു പൗഡറാണ്. ഇത് ഞാൻ ഇവന് ചെറുതിൽ ഉമ്മിച്ച് കണ്ണൊക്കെ എഴുതി കൊടുക്കുമ്പോൾ, ഞാൻ കണ്ണെഴുതാൻ സമ്മതിക്കാത്ത ഒരാളാണ്. എനിക്കിഷ്ടമല്ല കൊച്ചിന് കണ്ണെഴുതുന്നതും ഈ മറുകിടുന്നതും ഇഷ്ടമല്ല. അപ്പോൾ ചെറുതായ സമയത്ത് ഉമ്മിച്ച് എഴുതി കൊടുക്കുമ്പോൾ ഇങ്ങനെ പൗഡർ തൊട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പൗഡർ. അല്ലാതെ പൗഡർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ അവന് ഞാൻ കുളിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യണ ഹെഡിലിടാനുള്ള ഷാമ്പൂ എന്ന് പറഞ്ഞെങ്കിൽ സെബാമെഡിൻ്റെ ഒരു ഷാമ്പൂ ആണ്, ഹെഡ് ഷാമ്പൂ. ഇതാണ് ഞാൻ അവന് യൂസ് ചെയ്യുന്നത്. ഇത് അധികം പതയില്ല, നല്ലൊരു മിക്സ്ചർ വരുന്ന ഒരു ഷാമ്പൂ ആണ്. ഇതന്നെയാണ് ഞാൻ അവന് ഡെയിലി തല കുളിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യാറ്. പിന്നെ ഷാമ്പൂൻ്റെ ഇതാട്ടോ പെട്ടി. ഞാനിപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുക്കണം വന്നതാണ്, അതിൻ്റെ പെട്ടിയാട്ടത്. പിന്നെ ഇപ്പോൾ ഞാനും ബേബിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇപ്പോൾ നമ്മൾ ഡെയിലി കൊച്ചിന് തേച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ ഒരു ടൈമിൽ ഞാൻ തേച്ചുകൊണ്ടിരുന്നത് ഹിമാലയൻ്റെ ലോഷനായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കാറില്ല, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണേണ്. ഞാനിങ്ങനെ ബാഗിൽ വെച്ചേക്കാം. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ കുട്ടി എന്തെങ്കിലും ഡബിളൊക്കെ ഇട്ടെങ്കിൽ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ ബാഗിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ ടൈപ്പാണത്. പിന്നെ അതുപോലെ തന്നെ ഒരു ലോഷനാണ് ഇത്, സെബാമെഡിൻ്റെ തന്നെ ഒരു ബോഡി ലോഷൻ. ഇത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തുകൊണ്ടുണ്ടായി. പിന്നെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വേറൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. ഇതും നോർമൽ ലോഷൻ തന്നെ, ഹിമാലയയുടെ കുറച്ച് ലൂസ് ടൈപ്പാണ്. ഇത് കുറച്ച് തിക്കാണ്, അതാണ് വ്യത്യാസം. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന സാധനം ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതാണ് ഇത്, സെബാമെഡിൻ്റെ ഒരു എക്സ്ട്രാ സോഫ്റ്റ് ക്രീം. ഇതിൻ്റെ പെട്ടിയോടെ സെബാമെഡിൻ്റെ ക്രീം. ഇതൊക്കെ നമുക്ക് റാഷ് ക്രീം പോലെ യൂസ് ചെയ്യാം. നമുക്ക് സ്നഗ്ഗി ഡയപ്പർ ഇടുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത റാഷ് ക്രീം എന്ന് പറയുന്നത് ഹിമാലയയുടെ റാഷ് ക്രീമാണ്. റാഷ് ക്രീം തന്നെ, റാഷ് ക്രീം എന്ന് എഴുതിയിട്ടുള്ളത്. അതിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ക്രീം ഉണ്ടായിരുന്നു. ബട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. കാരണം കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടിരുന്ന സാധനമാണത്. പെട്ടെന്ന് എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചേഞ്ച് ആയപ്പോൾ അതിൻ്റെ ഇടയിൽ മിസ്സായതാണെന്ന് തോന്നുന്നു. കുറേ നാളായിട്ട് അത് കാണുന്നില്ല. ഞാൻ കുറേ അന്വേഷിച്ചു, ബട്ട് കിട്ടിയില്ല. അതാണ് ഒരു സാധനം. പിന്നെ ഞാൻ ക്രീമല്ല ഇത് വേറൊരു അത്യാവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞെങ്കിൽ, പിള്ളേർക്ക് പെട്ടെന്ന് കഫക്കെട്ടൊക്കെ വരും, ചെറിയ പിള്ളേരല്ലേ. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഉപകാരപ്പെടുന്നൊരു സാധനമാണിത്. ഇപ്പോൾ കഫക്കെട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും മൂക്കിലൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതി. ഇതിനകത്തേക്ക് കഫം വരും. അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളമൊക്കെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ മൂക്കിലേക്ക് കയറൊക്കെ ചെയ്യൂലേ, ആ സമയത്ത് ഇതും കൂടി വലിച്ചെടുത്താൽ മതി. ഇന്നിപ്പോൾ ഞാൻ നോർമലി അവനെ കുളിപ്പിക്കുമ്പോൾ അങ്ങനെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കലില്ല. സോപ്പ് ഇടയ്ക്ക് ഇങ്ങനെ കവിളി തേച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യാറ്. ഇന്ന് ഞാൻ എന്ത് ചെയ്ത്, സോപ്പ് തേച്ചിട്ട് വെറുതെ ഒന്ന് മേളിൽ കൂടെ കണ്ണ് പൂട്ടിയിട്ട് മേളിൽ കൂടെ ഒഴിച്ചിട്ടാകുമ്പോൾ അവനിക്ക് ഇങ്ങനെ മൂക്കിലേക്ക് വെള്ളം കയറിയിട്ടതായി. അപ്പം തന്നെ ഞാൻ വേഗം ഇതുകൊണ്ട് വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത്, ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. വേനു വർക്കിന് പോയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് അത്.
എനിക്ക് ഒരു സമയത്ത് ഞാൻ ചെറുതായിരുന്നപ്പോൾ ഭയങ്കര ഒരു കഫക്കെട്ട് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുള്ള വായക്കൂടെ ശ്വാസം വിടുന്നത് അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ എൻ്റെ പൊന്നപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ശ്വാസം കിട്ടാണ്ട് നമുക്ക് ടെൻഷനാവും. അന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അറിയില്ലല്ലോ. എന്നിട്ട് ഞാനത് സക്ക് ചെയ്തെടുക്കുകയും ചെയ്തത് വായം കൊണ്ട്. അത്രത്തോളം ടെൻഷനായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ഇതൊരു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്ര എനിക്ക് ഉപകാരമുള്ളൊരു സാധനമാണ് ഇത്. ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ എന്താ അവൻ നല്ല ഉറക്കത്തെ വെച്ചാലല്ലേ ശ്വാസം ഇതറിയുള്ളൂ. അപ്പോൾ ഡോക്ടറിന് കൊച്ചു നല്ല ഉറക്കമുള്ളത് മൂക്കിൽ കൂടെയുള്ള ശ്വാസം വിടുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ നമ്മളെല്ലാ സമയത്ത് കണ്ടത്. പിന്നെ റാസ്നാദി നോർമലി യൂസ് ചെയ്യുന്ന സാധനം കുളിച്ച് കഴിയുമ്പോൾ തലനിറങ്ങുന്ന തലയിൽ യൂസ് ചെയ്യുന്നത്. ഇത് അങ്ങനെ ഇതിൻ്റെ അല്ല. ഇതെനിക്ക് ഒരു മെറ്റേണിറ്റി ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെലിവറിക്ക് ശേഷം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു യഥാസൂത്രേൻ്റെ ഒരു ആയുർവേദ കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ളൊരു സാധനമാണ് ഈ റാസ്നാദിപ്പൊടി. ഇത് ഞാൻ ആ സമയത്ത് യൂസ് ചെയ്യുമായിരുന്നെങ്കിലും അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു മൂടി ഇങ്ങനെ വെള്ളാനുണ്ട് ഇതിന് പൊടി. ഇതിങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട് നിറങ്ങും തലയിൽ. ചിലർ പറഞ്ഞേക്കാറുണ്ട് ഇത് യൂസ് ചെയ്താൽ കണ്ടിന്യൂസ് ഇത് യൂസ് ആയി പോകുന്നത് എന്തൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് പിന്നെ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ബോഡി വാഷാണ്. പെട്ടി ഇതൊക്കെ ഇതായിരിക്കും ഞാൻ ഓരോരോ പെട്ടിയിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഡേ ഐറ്റം. ഇപ്പം ഞാൻ സോപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിമാലയയുടെ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെബാമണ്ട് യൂസ് ആക്കി കുഞ്ഞായിരുന്നപ്പോൾ. അപ്പോൾ യൂസ് ചെയ്തിട്ടാവും സെബാമണ്ട് ഭയങ്കര പ്ലിങ്ങി പോകണം. ഭയങ്കര ഈ ഡവ് പോലെയില്ലേ. ഡവ് പിന്നെ നമുക്ക് കട്ടിയിലിരിക്കുമെന്ന് ഓർക്ക്. ഇത് നമ്മളിങ്ങനെ കൊച്ചിനിങ്ങനെ നമ്മൾ എടുത്തെടുത്ത് ചോർക്കണമല്ലോ. അതിങ്ങനെ എടുത്തെടുത്ത് പിഴിയാൻ പറ്റിയിട്ടൊരു പഴം ഇങ്ങനെ ഇരിക്കുക പോലെ ആയിപ്പോയി. വിരലിൻ്റെ പാടൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മച്ചങ്ങനെ കുളിപ്പിച്ചത് ആകെ പോയി. അപ്പോൾ ഞാൻ ചെയ്ത് ഹിമാലയൻ്റെ എൻ്റെ ഉണ്ടായ സോപ്പ്. അപ്പോൾ ഹിമാലയ ഒരെണ്ണം വീട്ടിൽ കൊണ്ടുവച്ച് ഒരു ഹിമാലയനെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹിമാലയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഹിമാലയ സോപ്പ് തീർന്നിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തീർന്നിട്ടില്ല. നമ്മൾ പിന്നെ സോപ്പ് കിട്ടിയത് കളയരുതല്ലോ. കാരണം നമ്മുടെ കസിൻസും അറിയുന്നവരൊക്കെ വന്നപ്പോൾ അങ്ങനെ സോപ്പ് കൊണ്ടുവന്നതാണ്. നോർമലി ഹിമാലയ ആണല്ലോ എല്ലാവരും കൊണ്ടുവരുന്ന ഒരു ഐറ്റം. സെബാമണ്ട് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ഹിമാലയാണ് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പറയും ഇതെന്തോ പോലെ. ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഹിമാലയൻ്റെ കിറ്റ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിഷ്ണുവിൻ്റെ അമ്മ വന്നപ്പോൾ അവളിവിടെ ഇല്ല, അവൾ പുറത്താണ്. ഞാൻ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവളിവിടെ ഇല്ല, അവളുടെ അമ്മ ആണ് കൊണ്ടുവന്നത്. ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 5 മാസമായപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ നോക്കി വെച്ച ഡ്രസ്സാണ് എനിക്ക് കൊണ്ടുവന്നത്. ഒരു ഇമോഷണലി ടച്ചിങ് ഐറ്റംസ് ആണ്. അപ്പം ഇതിനകത്ത് ആകെ ഉള്ളത് ഞാൻ ഇതിന് സോപ്പുണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞിരിക്കാറുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഈ മേളിൽ ഭാഗത്തായിരുന്നു റാഷ് ക്രീം ഉണ്ടായത്. റാഷ് ക്രീം ഞാൻ നല്ലോണം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. പെട്ടെന്ന് മിസ്സായിപ്പോയി, അന്വേഷിച്ചിട്ടും കിട്ടില്ല. ഇതിനകത്ത് എന്തൊക്കെ വരുന്നതെങ്കിൽ ഇതിനകത്തുണ്ടല്ലോ ബേബി ഷാമ്പൂ. ഇപ്പോഴാണ് നോക്കണതെല്ലാം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തപ്പിയാണ്. ഇത് ബേബി ഷാമ്പൂ, ഇത് ബേബി ക്രീം. ഇപ്പം ഞാൻ സെബാമണ്ടിൻ്റെ ക്രീം യൂസ് ചെയ്യണ പോലെ ഒരു ക്രീം. ഇങ്ങനത്തെ ക്രീം എന്നൊക്കെ പറഞ്ഞെങ്കിലേ നമുക്ക് കൊച്ചുങ്ങളുടെ ഫേസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഫേസിലും നമുക്ക് റാഷ് ക്രീമൊക്കെ ആയിട്ട് യൂസ് ചെയ്തത്. സോപ്പ്, കുഞ്ഞി സോപ്പ്. പിന്നെ ഇത് ബേബി ലോഷൻ ഹിമാലയയുടെ വേറെ ഒന്നും ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പം ഞാൻ ബേബിക്ക് യൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞെങ്കിൽ. പിന്നെ എന്താ വേറെ ഒന്നുമില്ലല്ലോ. കുളിക്കണ തൊട്ട് തേക്കുന്ന വരെ ആയിട്ടുണ്ട്. പിന്നെ യൂസ് എന്ന് പറഞ്ഞാൽ നെയിൽ കട്ടർ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. കുഞ്ഞ് നെയിൽ കട്ടർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവൻ്റെ ഡ്രസ് ഹോളിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് കുറേ ആയി. ഗിഫ്റ്റ് ഇവന് കിട്ടിയപ്പോൾ തൊട്ടേ ഡ്രസ്സുകളുടെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ബട്ട് സാഹചര്യം കൊണ്ട് പറ്റിയില്ല.
അവന് കുറേ ഗിഫ്റ്റ്, കുറേ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടായി മാഷാ അള്ളാ. അപ്പോൾ കുറേ കൊളാബ്സ് വന്നെങ്കിൽ പോലും ഞാൻ കുറേയൊക്കെ ഇഗ്നോർ ചെയ്തിട്ട്, കാരണം നമുക്ക് വേണ്ട, കാരണം ഈ പ്രായത്തിൽ ഡ്രസ്സുകൾ ഒരുപാട് അയക്കഴിഞ്ഞാൽ വെറുതെ എന്തിനാ, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡ്രസ്സുകളുണ്ട്. പിന്നെ അവന് കുറേ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ആ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. മേ ബി വൺ ഡേ ഞാൻ പിന്നെ അവന് യൂസ് ചെയ്യുന്ന ഡയപ്പർ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഹഗ്ഗീസാണ് യൂസ് ചെയ്യുന്നത്. ഹഗ്ഗീസിൻ്റെ വലിയ ഡയപ്പർ കിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു, സെക്കൻഡ് ലെവലായി. ഇതിപ്പോൾ ഞാനിപ്പോൾ എത്ര യൂസ് ചെയ്തു? ഇതിപ്പോൾ 2 കിറ്റ് തീർന്നു. യെസ്, ഓഫ് കോഴ്സ്. ജനിച്ച സമയത്ത് ഞാൻ ഹഗ്ഗീസ് യൂസ് ചെയ്തപ്പോൾ അവന് നല്ല സൈസിൽ കിടന്നു. കാരണം ന്യൂ ബോൺ എല്ലാം ലീക്കാവാറല്ലേ പതിവ്. പക്ഷേ അവന് നല്ല സൈസിൽ കിടന്നു ന്യൂ ബോൺ ഹഗ്ഗീസിൻ്റെ സ്നെഗീസ്. അതിനുശേഷം വിസ്പറൊന്നും വിസ്പറൊക്കെ അതിനുശേഷം കൊച്ചിന് യൂസ് ചെയ്തതാണ് പാമ്പേഴ്സ് മാറിപ്പോയത്. പാമ്പേഴ്സ് യൂസ് ചെയ്തു. അങ്ങനെ പാമ്പേഴ്സ് കുറച്ച് യൂസ് ചെയ്തായിരുന്നു. പാമ്പേഴ്സ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് മുന്നേ പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാകുമ്പോൾ അവന് റാഷസ് ഒക്കെ വന്നായിരുന്നു. പിന്നെ ഞാൻ പാമ്പേഴ്സ് നിർത്തി. ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഹഗ്ഗീസ് തന്നെ, അവന് എനിക്ക് ഫസ്റ്റ് തൊട്ട് ഹഗ്ഗീസ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഹഗ്ഗീസ് തന്നെ വാങ്ങിക്കാറ്. ഞാൻ വാങ്ങിക്കാറ്. നമുക്ക് പറഞ്ഞാൽ ലൈക്ക് അയക്കാൻ നമ്മൾ തന്നെയല്ലേ വാങ്ങിക്കുള്ളൂ. ഇത് യൂസ് ചെയ്തിട്ടാകുമ്പോൾ അവന് റാഷസ് ഒന്നുമില്ല. ഞാൻ ഓൺലൈനിൽ തന്നെയാണ് ബൾക്കായിട്ട് ഇതുപോലത്തെ പാക്ക് 90 പീസസ് വരുന്ന പാക്കാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറ്. ഇതിപ്പോൾ 3ാമത്തെ പാക്കാണ്. അങ്ങനെ പിന്നെ ഇത് തീർന്ന് കഴിയുമ്പോൾ കെട്ട് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും പാമ്പേഴ്സ് വാങ്ങിക്കും. ഈ 2 പീസസും 4 പീസസൊക്കെ ഉള്ള പാമ്പേഴ്സ് വാങ്ങിക്കലുണ്ട്. കാരണം ഇത് തീർന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നോർമലി 2 ദിവസത്തിനുള്ള ഓർഡർ ചെയ്ത് വരാറുണ്ട്. ഇടയ്ക്ക് ലേറ്റാവും. സോ ഞാൻ എന്താക്കും, പാമ്പേഴ്സിന് ഓർഡർ ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പോൾ ബേബിക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ ബേബിക്ക് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നത്തിങ് എൽസ്, ഇതിനൊന്നുമില്ല. ഇതൊക്കെയാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. റിപ്ലൈ തരോ, അല്ലെങ്കിൽ അധികം പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കാം. അതോ 1-2 പ്രോഡക്റ്റ്സ് ആണ് സെപ്പറേറ്റ് ഉള്ളെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.